ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 6-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ഈ ഒരു എക്സാമിന്റെ സിലബസിൽ വരുന്ന 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റെക്കോർഡ് കോഴ്സിലൂടെ 20 മാർക്കിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് നമുക്ക് ഓർത്തു വെക്കുക, ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സാണ്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. അതേപോലെ ഈ ഒരു സിവിൽ പോലീസ് ഓഫീസർ എക്സാമിലെ സിലബസ് ഫുള്ള് കവർ ചെയ്യുവാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ വരുന്നത്. ന്യൂ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ക്രിസ്റ്റീന കോച്ചാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്നുള്ള നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നാസയുടെ ആർട്ടിമിസ് 2 എന്നുള്ള ഈ ഒരു ദൗത്യം. അപ്പോൾ ഓർത്തു വെക്കുക, നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്നുള്ള നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, ലോ എർത്ത് ഓർബിറ്റ് മറികടന്ന അല്ലെങ്കിൽ ഭേദിച്ച എന്താണ് വനിത കൂടിയാണ്, ആദ്യ വനിത കൂടിയാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ച്. അപ്പോൾ ഈ ഒരു ലോ എർത്ത് ഓർബിറ്റ് ഭേദിച്ചുകൊണ്ട് എന്താണ് ഈ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യ വനിത കൂടിയാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ച് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നാസയുടെ ഓറിയോൺ എന്നുള്ള പേടകത്തിലൂടെയാണ് ഈ ഒരു സഞ്ചാരം സാധ്യമാവുന്നത്. നാസയുടെ ഓറിയോൺ എന്നുള്ള പേടകത്തിലൂടെയാണ് സഞ്ചാരം സാധ്യമാവുന്നത്. ഇനി ആർട്ടിമിസ് 2 എന്നുള്ള ദൗത്യം, ഈ ഒരു ദൗത്യം എന്നാണ് വിക്ഷേപിച്ചതെന്ന് നമുക്കറിയാം. 2026 ഏപ്രിൽ 2-നാണ് ആർട്ടിമിസ് 2 എന്നുള്ള ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത്. അപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ 4 അംഗങ്ങളാണ്, ബഹിരാകാശ യാത്രികരാണുള്ളത്. അതിൽ ഒരേ ഒരു സ്ത്രീയാണ്, ഒരേ ഒരു വനിതയാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ച് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു റെക്കോർഡ് കൂടി ക്രിസ്റ്റീന കോച്ചിന്റെ പേരിലുണ്ട്. അതായത് ഒരു യാത്ര കൊണ്ട് തന്നെ ഒരു വനിതാ ബഹിരാകാശ യാത്രികയുടെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്ര നടത്തിയ വനിത കൂടിയാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ച് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 328 ദിവസങ്ങളാണ് ബഹിരാകാശത്ത് യാത്ര ചെയ്തത്. അതായത് ഒറ്റ യാത്ര കൊണ്ട് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ യാത്ര നടത്തിയ വനിതയാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ച് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 328 ദിവസങ്ങളാണ് ഈ ഒരു യാത്ര നടത്തിയത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്നുള്ള നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, 442 ആയിരിക്കുകയാണ്. എത്രയാണ്? 442 ആയിരിക്കുകയാണ് ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 442 ആയിരിക്കുകയാണ്. എപ്പോൾ വരെയുള്ള കണക്കുകൾ പ്രകാരമാണ്? 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരമാണ്. അതുവരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക്. എന്താണ്? ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 442 ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ വ്യാഴം എന്നുള്ള ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങൾ കൂടിയിരിക്കുകയാണ്? 4 ഉപഗ്രഹങ്ങൾ കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആകെ വ്യാഴത്തിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണെന്ന് നോട്ട് ചെയ്യുക. 101 ആയിരിക്കുകയാണ്. അപ്പോൾ എത്രണ്ണാണ് കൂടിയത്? 4 ഉപഗ്രഹങ്ങൾ കൂടിയിട്ട് എത്രയായി മാറിയിരിക്കുകയാണ്? 101 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ വ്യാഴത്തിന് ഉള്ളത്. അതേപോലെ തന്നെ ശനി എന്നുള്ള ഗ്രഹത്തിന് 11 എത്രയാണ്? 11 ഉപഗ്രഹങ്ങൾ കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 285 ആയിരിക്കുകയാണ്. എത്രയാണ്? ശനി എന്നുള്ള ഗ്രഹത്തിന് എത്രയായിരിക്കുകയാണ്? 285 ഉപഗ്രഹങ്ങളായിരിക്കുകയാണ്. എത്ര ഉപഗ്രഹങ്ങളാണ് കൂടിയത്? ശനിക്ക് 11 ഉപഗ്രഹങ്ങളാണ് കൂടിയത്. അങ്ങനെ ആകെ മൊത്തം ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? സൗരയൂഥത്തിൽ 442 ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചന്ദ്രനാണ്. അപ്പോൾ ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമാണുള്ളത്. അതേതാണ്? ചന്ദ്രനാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വ്യാഴത്തിന്റെ കാര്യം പറഞ്ഞു. വ്യാഴത്തിന് എത്രയാണ്? 4 ഉപഗ്രഹങ്ങൾ കൂടിയിട്ട് ഇപ്പോൾ എത്രയായിരിക്കുകയാണ്? ടോട്ടൽ 101 ഉപഗ്രഹങ്ങളായിരിക്കുകയാണ്. ശനിക്ക് 11 ഉപഗ്രഹങ്ങൾ കൂടി 285 ഉപഗ്രഹങ്ങളായിരിക്കുകയാണ്.
നൽകിയിരിക്കുകയാണ്. അങ്ങനെ ആകെ സൗരയുധത്തിലെ നിലവിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, 442 ആണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം NCERTക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ഔദ്യോഗികമായിട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് എന്താണ് നമ്മുടെ NCERTക്ക് എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ഔദ്യോഗികമായിട്ട് നൽകിയിരിക്കുകയാണ്. ഇനി എന്നാണ് NCERT നിലവിൽ വന്നത്? അത് 1961 1961 സെപ്റ്റംബർ 1 എന്താണ് NCERT നിലവിൽ വന്നത്. അപ്പോൾ ഇപ്പോഴെന്താണ് ഈ ഒരു NCERTക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ഔദ്യോഗികമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു പദവി ലഭിക്കുന്നതിലൂടെ NCERTക്ക് എന്താണ് സ്വന്തമായിട്ട് തന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡിഗ്രി കോഴ്സുകൾ, ബിരുദതല കോഴ്സുകൾ, അതേപോലെ തന്നെ PhD, ഡോക്ടറേറ്റ് തുടങ്ങിയ കോഴ്സുകളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്നാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു, 1961 എന്താണ് NCERT നിലവിൽ വന്നത്. ഇനി എന്താണ് NCERTയുടെ പൂർണ്ണ രൂപം എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. എന്താണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് NCERTയുടെ പൂർണ്ണ രൂപം. എന്നാണ് നിലവിൽ വന്നത്? 1961 നിലവിൽ വന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം NCERTക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, മിഷൻ മിത്ര. എന്താണ് മിഷൻ മിത്ര എന്നുള്ള പേരിലാണ് ഈ ഒരു അനലോഗ് മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷനാണ് ഇത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എവിടെ വെച്ചാണ് നടക്കുന്നത്? ലഡാക്കിലെ ലേയിൽ വെച്ചിട്ടാണ് ഈ ഒരു അനലോഗ് മിഷൻ, എന്താണ് മിഷൻ മിത്ര എന്നുള്ള ഈ ഒരു അനലോഗ് മിഷൻ നടക്കുന്നത്. ഇനി എന്താണ് അതിന്റെ പ്രധാന ലക്ഷ്യം? ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും അതേപോലെ തന്നെ ശാരീരിക മാനസിക ക്ഷമതയും ഒക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ISROയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അനലോഗ് മിഷൻ നടത്തുന്നത്. ഇനി നമുക്കറിയാവുന്നതാണ്, ലേ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എന്താണ് ഏകദേശം 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അതേപോലെ തന്നെ എന്താണ് അവിടെ ഓക്സിജൻ കുറവാണ്. ഇനി കൊടും തണുപ്പും അതേപോലെ തന്നെ വളരെ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ലേ എന്ന് പറയുന്നത്. അതായത് ഏകദേശം ബഹിരാകാശത്തിന് സമാനമായിട്ടുള്ള പ്രകൃതിദത്തമായ അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ് എന്താണ് ലേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ എന്തിനാണ് ഈ ഒരു അനലോഗ് മിഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു മിഷന്റെ പേര് ഓർത്തു വെക്കുക, മിഷൻ മിത്ര എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മിഷൻ മിത്ര എവിടെ വെച്ചാണ് നടക്കുന്നത്? ലേയിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ പുറത്താക്കപ്പെട്ട അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ജനറൽ റാൻഡി ജോർജ് ആണ്. ആരാണ്? ജനറൽ റാൻഡി ജോർജ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ എന്താണ് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ നിലവിലുള്ള അമേരിക്കയും അതേപോലെ തന്നെ ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് എന്താണ് അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ആരെ പുറത്താക്കിയിരിക്കുന്നത്? റാൻഡി ജോർജിനെ പുറത്താക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള പാം ബോണ്ടി ആരാണെന്ന് ഓർത്ത് വെക്കുക, പാം ബോണ്ടി. അപ്പോൾ അദ്ദേഹത്തെയും എന്താണ് പുറത്താക്കിയിരുന്നു. എന്താണ് പാം ബോണ്ടി? ആരാണ് അദ്ദേഹം? അദ്ദേഹം അവിടുത്തെ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അറ്റോർണി ജനറൽ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും എന്താണ് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, രണ്ട് വ്യക്തികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധ പശ്ചാത്തലത്തിന്റെ സാഹചര്യത്തിൽ പുറത്താക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആണ്. അപ്പോൾ അദ്ദേഹം ആരാണ്? റാൻഡി ജോർജ് ആണ്. അതേപോലെ അവിടുത്തെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള പാം ബോണ്ടിയെയും എന്താണ് പുറത്താക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മെറ്റയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഉപഭോക്താക്കളെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിലനിർത്തുന്നതിനായിട്ട് ഉന്നതരായ AI ഗവേഷകരുടെ സംഘത്തെ രൂപീകരിച്ച സാമൂഹ്യ മാധ്യമം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മെറ്റയാണ് ഇത്തരത്തിൽ എന്താണ് ഒരു യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യൂണിറ്റിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? MRS റിസർച്ച് എന്നാണ്. എന്താണ്? MRS റിസർച്ച് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് മെറ്റയാണ് ഈ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാവുന്നതാണ്, ഫേസ്ബുക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇതിൻ്റെയൊക്കെ പാരന്റ് കമ്പനിയാണ് മെറ്റ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് എന്താണ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവിടെ എന്താണ് കണ്ടന്റുകൾ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെറ്റ ഇത്തരത്തിലൊരു യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു AI എലൈറ്റ് റിസർച്ച് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക, മെറ്റയാണ്. അതെന്താണ്? MRS റിസർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് മെറ്റാ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് റിസർച്ച് എന്നാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഓർത്ത് വെക്കുക, മെറ്റയാണ്.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, INS അരിതാമനാണ്. എന്താണ്? INS അരിതാമനാണ്. അപ്പോൾ എന്താണ് 2026 ഏപ്രിലാണ് INS അരിതാമൻ എന്താണ് കമ്മീഷൻ ചെയ്തത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇതെന്താണ്? ഇന്ത്യൻ നാവികസേനയുടെ ഒരു അന്തർവാഹിനിയാണ്, ഒരു സബ്മറൈൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? വിശാഖപട്ടണത്താണ് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതിനകം തന്നെ എന്താണ് അരിതാമനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഇത് കമ്മീഷൻ ചെയ്ത ഡേറ്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴാണ്, ഏത് മാസമാണ്? 2026 ഏപ്രിലാണ് ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ INS താരഗിരി എന്താണ്? INS താരഗിരിയും എന്താണ് ഈ ഒരു കമ്മീഷനിൽ വന്നിട്ടുണ്ട്. എന്താണ് 2026 ഏപ്രിലിൽ തന്നെയാണ് എന്താണ് INS താരഗിരിയും എന്താണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേന കപ്പലായിട്ടുള്ള INS താരഗിരിയും കമ്മീഷൻ ചെയ്തത് എപ്പോൾ തന്നെയാണ്? 2026 ഏപ്രിലാണ്. അതും എവിടെ തന്നെയാണ്? വിശാഖപട്ടണത്താണ് കമ്മീഷൻ ചെയ്തത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത നോവലിസ്റ്റും അതേപോലെ ശാസ്ത്ര സാഹിത്യകാരനുമായ വ്യക്തി ആരെന്നാണ്? ഓർത്തു വെക്കുക, TR ശങ്കുണ്ണിയാണ്. ആരാണ്? TR ശങ്കുണ്ണിയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഒരു നോവലിസ്റ്റ് ആണ്, അതേപോലെ ശാസ്ത്ര സാഹിത്യകാരനാണ്, ഇനി ബാലസാഹിത്യകാരനും കൂടിയാണ്. ആരാണ്? TR ശങ്കുണ്ണി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം 1983 മുതൽ 5 വർഷക്കാലം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിലിലെ അംഗമായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിന്റെ ആദ്യകാല പ്രവർത്തകനും അതേപോലെ തന്നെ യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപനും കൂടിയായിരുന്നു. ആരാണ്? TR ശങ്കുണ്ണി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2026 ഏപ്രിലാണ്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു എക്സാമുകളും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ റാങ്ക് ഫയലിലൂടെ പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും ഈ ഒരു റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബുക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു എൻക്വയറിക്കും താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്നുള്ള നേട്ടം സ്വന്തമാക്കിയത് ആരെന്നാണ്? ക്രിസ്റ്റീന കോച്ചാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയെന്നാണ്? 442 ആണ് നിലവിലെ ഈ ഒരു ഉപഗ്രഹങ്ങളുടെ എണ്ണം വരുന്നത്. അപ്പോൾ വ്യാഴത്തിന് എന്താണ് 4 ഉപഗ്രഹങ്ങൾ കൂടി കൂടുതൽ കണ്ടെത്തിയിരിക്കുകയാണ്, ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ 101 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ നിലവിൽ എന്താണ് വ്യാഴത്തിനുള്ളത്. അതേപോലെ ശനി എന്നുള്ള ഗ്രഹത്തിന് എന്താണ് 11 ഉപഗ്രഹങ്ങളെ കൂടി കണ്ടെത്തി ആകെ 285 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ ശനിക്കുള്ളത്. അങ്ങനെ സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 442 ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം NCERTക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ഔദ്യോഗികമായി നൽകി എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇനി എന്താണ് NCERTക്ക് ഇതേപോലെ അവരുടെ സ്വന്തമായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബിരുദ കോഴ്സുകളും അതേപോലെ ഡോക്ടറേറ്റ് PhD തുടങ്ങിയ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കിയത് മിഷൻ മിത്ര എന്നുള്ള പോയിന്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് മിഷൻ മിത്ര? ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായിട്ട് ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷനാണ് എന്താണ് മിഷൻ മിത്ര എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ലേയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ പുറത്താക്കപ്പെട്ട 2 ഓഫീസേഴ്സിന്റെ കാര്യമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് ആർമി എന്താണ് അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ റാൻഡി ജോർജ് ആണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു പുറത്താക്കലിന്റെ ഭാഗമായിട്ട് എന്താണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു ജനറൽ റാൻഡി ജോർജ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ അവിടുത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന പാം ബോണ്ടിയും എന്താണ് പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയത് ഉപഭോക്താക്കളുടെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിലനിർത്തുന്നതിനായിട്ട് ഉന്നതരായ AI എലൈറ്റ് ഗവേഷക സംഘത്തെ രൂപീകരിച്ച സാമൂഹ്യ മാധ്യമം ഏതെന്നാണ്? അപ്പോൾ മെറ്റയാണ് ഇത്തരത്തിലൊരു എലൈറ്റ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തത് എന്നാണ്. MRS റിസർച്ച് എന്ന പേരിലാണ് ഈ ഒരു യൂണിറ്റ് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു അന്തർവാഹിനിയാണ് INS അരിതാമൻ ആണ്. എന്നാണ് ഇത് കമ്മീഷൻ ചെയ്തത്? എപ്പോഴാണ് കമ്മീഷൻ ചെയ്തത്? 2026 ഏപ്രിലാണ് കമ്മീഷൻ ചെയ്തത്. വിശാഖപട്ടണത്ത് വെച്ചാണ് കമ്മീഷൻ ചെയ്തത്. അതേപോലെ INS താരഗിരിയും എന്താണ് വിശാഖപട്ടണത്ത് 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു യോഗമായിരുന്നു. 2026 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത നോവലിസ്റ്റും ശാസ്ത്ര സാഹിത്യകാരനും അതേപോലെ ബാലസാഹിത്യകാരനും
എഴുത്തുകാരനുമായ വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക, TR ശങ്കുണ്ണിയാണ്. അദ്ദേഹം 1983 മുതൽ 5 വർഷക്കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിലിലെ അംഗമായിരുന്ന വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യ വനിതാ കമ്മീഷണർ ആരെന്നാണ്? ഓപ്ഷൻ എ അശ്വനി ഭിഡെ, ഓപ്ഷൻ ബി ജയവർമ്മ സിൻഹ, ഓപ്ഷൻ സി ആരതി ഭിഡെ, ഓപ്ഷൻ ഡി രേഖ ഗുപ്ത. അടുത്ത ചോദ്യം ഇതാണ്: ടൈറ്റ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മുറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ എ സൽമാൻ റുഷ്ദി, ഓപ്ഷൻ ബി വെങ്കയ്യ നായിഡു, ഓപ്ഷൻ സി മീന കന്ദസ്വാമി, ഓപ്ഷൻ ഡി സുധാമൂർത്തി. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത് എന്ന നോവൽ രചിച്ചത് ആരെന്നായിരുന്നു ചോദ്യം. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അന പൗല മായയാണ് ഈ ഒരു നോവൽ എഴുതിയത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: സാമ്രാട്ട് സംപ്രതി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഗുജറാത്തിലാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.